ഹലോ, ഞാൻ മധുഭാസ്കരൻ. ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവർ നമ്മളെ വിട്ടുപോകുന്നു എന്ന് പരാതി പറയുന്ന ഒരുപാട് പേരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാർ കൂടെ ഉണ്ടായിരുന്നതാണ്, നല്ലോണം ഇരുന്നാണ്, ഇപ്പോൾ കഷ്ടകാലം വന്നപ്പോൾ വിട്ടിട്ട് പോയി, ചതിയന്മാരാണ് എന്ന് പരാതി പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ അവരോട് മറിച്ചൊരു പക്ഷമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങളെ വിട്ടു പോകുന്നത്? അവർ നല്ലവരായിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് പോകുന്നത് എന്നതിന് എൻ്റെ ഒരു വ്യാഖ്യാനം, ദൈവം അവരെ കൊണ്ട് അങ്ങനെ നിങ്ങളിൽ നിന്ന് അകറ്റിച്ചതാണ് എന്നാണ്. എന്തിനാണ് അങ്ങനെ നമ്മളെ വിട്ട് നമ്മുടെ കഷ്ടകാലം വരുന്ന സമയത്ത് ആളുകളെ ദൈവം നമ്മളിൽ നിന്ന് അകറ്റുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഇപ്പുറത്തും രണ്ടുപേരുണ്ടെന്ന് കരുതുക. നിങ്ങൾ എപ്പോഴും അവരുടെ തോളത്ത് കൈയിട്ടാണ് നടക്കുന്നതെന്ന് കരുതുക. കുറേ ദിവസം അവർ നിങ്ങളുടെ തോളിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങളുടെ കാലുകളുടെ ശക്തി കുറയും. നിങ്ങളുടെ കാലുകളുടെ ശക്തി കുറഞ്ഞത് ദൈവത്തിന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാവുകയും അങ്ങനെ പ്രശ്നത്തിലൂടെ ഇവർ രണ്ടുപേരെയും നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ഇവർ രണ്ടുപേരും അകന്നപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആദ്യമായി വീഴുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ കാലുകൾക്ക് ശക്തി പോരായിരുന്നു എന്ന്. കാലുകൾക്ക് ശക്തി പോരായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ രണ്ട് വഴികളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്ന്, അവിടെ കിടന്നുകൊണ്ട് പരാതി പറയാം, കൂടെ ഉള്ളവനെല്ലാം പോയത് കൊണ്ടല്ലേ ഞാൻ വീണത് എന്ന് പരാതി പറഞ്ഞുകൊണ്ട് നടക്കാം. ആ കൂട്ടർ ജീവിതത്തിൽ വിജയിച്ച ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ രണ്ടാമത്തൊരു കൂട്ടരുണ്ട്, എൻ്റെ കാലുകൾക്ക് ശക്തി പോരാ എന്ന് തിരിച്ചറിയാനാണ് ദൈവം ഇവരിൽ നിന്നെ അകറ്റിയത് എന്നും അതുകൊണ്ട് എൻ്റെ കാലുകൾക്ക് ശക്തി ഉണ്ടാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ് എന്ന ബോധത്തോടുകൂടി കൈകൾ കുത്തി എണീക്കുകയും വീഴുകയും പിന്നെയും എണീക്കുകയും വീഴുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ മറ്റുള്ളവരില്ലാത്തത് കൊണ്ട് സ്വന്തം കാലുകൾക്ക് ശക്തി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാലുകൾക്ക് ശക്തിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളോട് ഇഷ്ടമുള്ള ദൈവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ അകറ്റുകയും നിങ്ങളുടെ കാലുകൾക്ക് ശക്തി ഉണ്ടാവാൻ ഒരവസരം തന്നതാണ് എന്നാണ് നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കുന്നതിന് പകരം അവരെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ല ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ്. പലരും എന്നോട് പറയാറുണ്ട്, സാറേ ഇപ്പോൾ ഇൻകമ്മിങ് കോൾ ഇല്ല, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ. കഷ്ടകാലം വരുന്ന സമയത്ത് ഇൻകമ്മിങ് കോളുകൾ കുറയും, അത് ലോക നിയമമാണ്. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ വിട്ടുപോകും. കാരണം നമ്മൾ ഒറ്റയ്ക്കാണെന്നും ഒറ്റയ്ക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങളെ താങ്ങുന്ന രണ്ട് കാലുകളേ ഉള്ളൂ, അത് നിങ്ങളുടെ കാലുകളാണെന്നും നിങ്ങളെ സഹായിക്കാവുന്ന രണ്ട് കൈകളേ ലോകത്തുള്ളൂ, അത് നിങ്ങളുടെ കൈകളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടറിയാം, ട്രെയിനിൻ്റെ അടുത്തേക്കിടെ പോകുന്ന മരങ്ങൾ എതിരെ പോകുന്നുണ്ടാകും. അപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ അടുത്തുള്ളവരാണ് നിങ്ങൾക്കെതിരെ പോകുന്നത്. പക്ഷേ ആ ട്രെയിനിലിരുന്നു കൊണ്ട് അങ്ങ് ദൂരെ കാണുന്ന നക്ഷത്രങ്ങളെ കാണൂ, അവ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാകും. അപ്പോൾ ദൂരെ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ കൂടെ ഉള്ളപ്പോൾ അടുക്കുള്ള മരങ്ങൾ എതിരെ പോകുന്നത് ഓർത്ത് എന്തിനു നിങ്ങൾ വിഷമിക്കണം? മനോഹരമായൊരു ചൊല്ലുണ്ട്, സൂര്യൻ അസ്തമിക്കുമ്പോൾ കരയാതിരിക്കൂ, കാരണം കണ്ണുനീര് കൊണ്ട് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാനുള്ള അവസരമില്ലാതെ പോയേക്കാം എന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ നിങ്ങൾ കാണേണ്ട സുന്ദരമായ നക്ഷത്രങ്ങളെ കാഴ്ചയിൽ നഷ്ടപ്പെടാതിരിക്കട്ടെ. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ കരയേണ്ടതല്ല ചെയ്യേണ്ടത്, ഈ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു പകലുണ്ട് എന്ന പ്രത്യാശയോടുകൂടി ജീവിതത്തിനെ നേരിടുകയാണ് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. താങ്ക് യു വെരി മച്ച്.